ആൻഡമാനിൽ ഡേ 2 വന്നേക്കണത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള രാധാനഗർ ബീച്ചാണ്. അപ്പം നമ്മൾ ബീച്ചിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ഇവിടെ പെട്ടെന്ന് തന്നെ സൺസെറ്റും കാര്യങ്ങളൊക്കെ ആവും. അതായത് ഇവിടെ ബീച്ച് എന്ന് പറയുകയാണെങ്കിൽ രാധാനഗർ ബീച്ച് 5:30 ആകുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ സമയം ഒരു 12:30 ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കണ്ടോ, കാര്യം നല്ല കാമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് 2 സൈഡിലായിട്ട് ഇവിടുത്തെ കുറേ ഐറ്റംസ്, നമുക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഷോപ്പിങ്ങിലോട്ടൊന്നും കയറിയില്ല. സ്റ്റാർട്ടിങ് നമ്മൾ ബീച്ചിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇതുപോലെ നല്ല ബീച്ച് ഡ്രസ്സുകളും ഇവിടുത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. കാർ പാർക്കിംഗ് സൗകര്യം വലിയൊരു ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറ ബദ്രി. ബദ്രിയാണെങ്കിൽ ബീച്ചിലേക്ക് കളിക്കാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങി പിടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത് കണ്ടു, നമ്മുടെ നാട്ടിലെ കരിക്കാണ് കേട്ടോ. കരിക്ക് ബീച്ച് ഫോട്ടോ നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം ലോക്കർ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതും 9 AM to 6 PM വരെയാണ്. പറ, അക്കുനെ കണ്ട് എന്തായാലും വെള്ളം വേണ്ടവർക്ക് പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും കണ്ടില്ലേ, ഭയങ്കരമായിട്ട് നമ്മൾ ഒരു വൈകുന്നേരം, നാട്ടിലൊക്കെ വൈകുന്നേരം ആയൊരു ഫീൽ ആട്ടോ വരുന്നത്. ഇതാണ് നമ്മളെ രാധാനഗർ ബീച്ചിൻ്റെ ലേ ഔട്ട് വരുന്നത് കേട്ടോ. ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കായിരിക്കും അറിയില്ല കേട്ടോ. കാര്യം നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ സൺസെറ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേന് തന്നെ എന്താ പറയുക, വൈകുന്നേരം നല്ലോണം ആയിക്കഴിഞ്ഞാൽ അവരൊരു ഭംഗി ഇടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പോകുന്ന ഏരിയയിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ കേട്ടോ, ചെറിയൊരു കുട്ടി ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ ടൂറിസ്റ്റിൻ്റെ പോലീസിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഹെൽപ്പ് ലൈൻ നമ്പറാണ്, പിള്ളേരുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട് ഉച്ചയായിട്ട് പോലും. ഇതാണ് കേട്ടോ ഭംഗി. ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുക, ആ ഒരു കടലിൻ്റെ കളറ് ഒരു ലൈറ്റ് ഗ്രീനൊക്കെ അടിക്കണം, ലൈറ്റ് ബ്ലൂ ഒക്കെ വന്നിട്ട് എന്ത് രസമാണെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയിൽ അതിനെ ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അതായത് വീഡിയോ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ അറിയില്ല, ഞങ്ങൾക്കിത് കാണുമ്പോഴല്ലോ ശരിക്കും അങ്ങനെ കേട്ടോ ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് പറയുക, നമ്മൾ ഈ ഗോവ അവിടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓരോ ബീച്ചിലും പോകുന്ന സമയത്ത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. കാര്യം എലിഫൻ്റ ബീച്ചും രാധാനഗർ ബീച്ചുമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം എലിഫൻ്റ ബീച്ചിലാണ് ബാക്കി നമ്മളെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉള്ളത് കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമുക്ക് ജസ്റ്റ് ഇവിടെ വരാം, ഫോട്ടോസ് എടുക്കാം, കുറച്ച് വെള്ളത്തിലിറങ്ങാം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ പറയുന്നത് ശരിക്കും ഇവിടെ ആയിക്കഴിഞ്ഞാലും ഇത്രയും വലിയൊരു ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആക്ടിവിറ്റീസും ടൈം വരണം കേട്ടോ. അതായത് 2 മണി 2:30 കാരണം വൈകുന്നേരം വെയിൽ കാണു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, വന്നിട്ട്
കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയുമ്പോൾ രസമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൂടി വേണം. അപ്പോൾ നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ, ബനാന റൈഡ്, സ്പീഡ് ബോട്ട്, അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേനെ കേട്ടോ, അടിപൊളി വൈബായേനെ. പിന്നെ രസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കടൽ കാണുന്ന പോലെയല്ല, ഇച്ചിരി കൂടി കളർഫുള്ളായിട്ട് ശരിക്കും എന്താ പറയുക ഒരു ഭംഗി കണ്ടില്ലേ. ഏത് സൈഡ് നോക്കുകയായാലും കപ്പിൾസും ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കാം കേട്ടോ. മെയിനായിട്ട് ഇവിടുത്തെ പരിപാടി ഫോട്ടോ എടുക്കൽ മാത്രമാണ്. അത് മാത്രമാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. കാര്യം റൈഡ്സും കുറച്ച് ഫുഡ്സും അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വൈബായേനെ. പക്ഷേ എങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫോട്ടോഗ്രാഫേഴ്സ് ഇതുപോലെ കേട്ടോ. നമുക്ക് കിറ്റുമായിട്ടുള്ള നമ്മൾ അതിൽ കണ്ടേക്കുന്നത് അങ്ങനെയുണ്ട്, കിടുമായിട്ടുള്ള അടിപൊളി ഫോട്ടോസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നിൽക്കുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. एक वैसे नॉर्मल एक